നമ്മുടെ കേരളക്കരയെ മൊത്തം വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മിഥുൻ. ഞാൻ ഒരു ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടറാണ്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കേരളക്കരയെ മൊത്തം വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. കുളത്തിൽ കുളിക്കാൻ പോയി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിച്ച് ഒരുപാട് പേർ മരിക്കുന്നതായി നമ്മൾ ന്യൂസുകളിലും സോഷ്യൽ മീഡിയയിലുമായിട്ട് കാണുന്നു. പിഞ്ചു കുട്ടികൾ വരെ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിൻ്റെ ഇരകളായി മരണത്തിലേക്ക് പോയിട്ടുണ്ട്. എന്താണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്? എന്തുതരം ജീവിയാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്നത്? എന്താണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്? എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? പ്രിവെൻഷനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്ന് പറയുന്നത്? ഇതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കുന്ന ജീവിയാണ് നെയ്ഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്ന ഒരു ഫ്രീ ലീവിങ് അമീബ. ഇത് സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള കെട്ടിക്കിടക്കുന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കുളം, തടാകം പോലുള്ള സ്ഥലങ്ങളിലാണ് കണ്ടുവരുന്നത്. ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാൻ പോകുമ്പോഴോ അത് യൂസ് ചെയ്യുമ്പോഴോ ആണ് ഈ ഒരു അമീബ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. ഈ അമീബ നമ്മുടെ മൂക്കിലൂടെ കയറിയതിനു ശേഷം നമ്മുടെ ഓൾഫാക്ടറി നാഡിയിലൂടെ ബ്രെയിനിലെത്തുകയാണ് ചെയ്യുക. ബ്രെയിനിലെത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് പടരുകയും ബ്രെയിനിലെ നാഡീകോശങ്ങളെ ഡാമേജ് ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നാഡീകോശങ്ങളെ നശിപ്പിക്കുന്നതോടൊപ്പം ഒരു മാരകമായ ഇൻഫ്ലമേറ്ററി അവസ്ഥയാണ് ബ്രെയിനിൽ ഇത് സൃഷ്ടിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രൈമറി മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ആദ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഇതിൽ കണ്ടുവരുന്നത്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്യുന്ന അറക്കി വരുന്ന ഇൻഫ്ലമേഷൻ ആണ് മെനിഞ്ചൈറ്റിസ്. അപ്പോൾ ആദ്യം രോഗിക്ക് കണ്ടുവരിക ഒരു മൂക്കടപ്പാവാം, ഛർദിയാവാം, പനിയാവാം, ഛർദിലാവാം, കുറച്ച് വഷളാവാൻ നേരത്ത് ന്യൂറോളജിക്കലായിട്ടുള്ള ഡിറ്റീരിയറേഷൻ ആവാം, ബലക്കുറവാകാം, ബോധക്ഷയം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അപസ്മാരം വരാനും അവസാനം കോമയിലേക്ക് നീങ്ങുകയുമാണ് ചെയ്യാറ്. കോംപ്ലിക്കേഷനിലേക്ക് വരാൻ നേരത്ത് ന്യൂറോളജിക്കലായിട്ട് ഡെഫിസിറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കയ്യിനും കാലിനും ബലക്കുറവുണ്ടാവാനും പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ സ്ട്രോക്കിന് സമാനമായ ലക്ഷണങ്ങൾ, അപസ്മാരം വരിക, നമ്മുടെ ബ്രെയിനിൽ ഇത് പെറ്റുപെരുകി, ഈ അമീബ പെറ്റുപെരുകി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി മൊത്തം എഡിമ വരുന്നൊരവസ്ഥ, സെറിബ്രൽ എഡിമ, നീർക്കെട്ട് വരുന്ന ഒരവസ്ഥ, കണ്ടിന്യൂസ് ആയിട്ട് അപസ്മാരങ്ങൾ വരുന്ന അവസ്ഥ, അവസാനം കോമയിലേക്ക് നയിക്കുന്ന ഒരു മാരകമായ ഒരു അമീബയാണ് ഇത്. ഇനി ചികിത്സയിലേക്ക് വരാൻ നേരത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഡ്രഗ്സായ ആംഫോട്രസിൻ ബി, ഫ്ലൂക്കനസോൾ, മിൽട്ടഫോസിൻ, അസിത്രോമൈസിൻ, റിഫാംപിസിൻ പോലുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുക. ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ രോഗിയുടെ വൈറ്റൽ ഫങ്ഷൻസ് സപ്പോർട്ട് ചെയ്യാനും BP, ഹാർട്ട് റേറ്റ്, അതുപോലെ തന്നെ ശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റുക, അങ്ങനെയുള്ള വൈറ്റലായിട്ടുള്ള ഫങ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ബ്രെയിനിലുണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കാനുമാണ് നമ്മൾ ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു രോഗം മൂർച്ഛിക്കുന്ന ഒരു തീവ്രത കണക്കിലെടുത്താൽ സർവൈവൽ റേറ്റ് വളരെ കുറവാണ്. വളരെ പെട്ടെന്ന് തന്നെ രോഗം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത്രയ്ക്ക് മാരകമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനുള്ള ഒരു അസുഖമായതുകൊണ്ട് പ്രിവെൻഷനാണ് എപ്പോഴും ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ പ്രിവെൻഷനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ
ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ കെട്ടിക്കിടക്കുന്ന സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ പോൺസ് ആയാലും തടാകമായാലും കുളമായാലും ഇവിടെയൊക്കെ കുളിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെയൊക്കെ പോകുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്വിമ്മിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നോസ് ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് സ്വിമ്മിങ്ങിന് പോകുന്നത് നല്ലതായിരിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ മൂക്കിലൂടെ പ്രവേശിക്കുന്ന ഒരു അമീബയാണ് നൈഗ്ലേരിയ ഫൗളറി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി ജീവൻ തന്നെ ഭീഷണിയിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. പ്രിവെൻഷനാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിനെ കുറിച്ച് ചെറിയ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.